ഇവിടെ തൂളിപിടുത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ തൂളി പിടിക്കാമെന്ന് കണ്ട് ഇറങ്ങിയതാ. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ അതിൻ്റെ ആ മീൻ പിടിക്കുന്ന രീതിയും കാര്യങ്ങളും എല്ലാം മൊത്തം കാണാൻ പറ്റത്തുള്ളൂ. തൂളി വരുന്നു. ഒറ്റയ്ക്കേ ഉള്ളത് കാരണം വീഡിയോ എടുക്കും മീൻപിടുത്തവും എല്ലാം കൂടെ ചെയ്യണം. തൂളി കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറന്ന് പിടിക്കും, എളുപ്പം പിടിക്കും തൂളി. വലിയ പ്രശ്നമില്ല തൂളി പിടിക്കാനായിട്ട്. പക്ഷേ കൊത്ത് നോക്കി മനസ്സിലാക്കുന്ന കാര്യമാണ്. പൊങ്ങയിലെ കൊത്ത് മനസ്സിലാക്കി വേണം പിടിക്കാൻ. പൊങ്ങ് താക്കത്തില്ല തൂളി. പൊങ്ങ് ഇങ്ങനെ കിടക്കുന്ന ചെറുതായിട്ട് അനക്കത്തേ ഉള്ളൂ. സമയത്തൊക്കെ മീൻ പിടിക്കണ്ടേ, നമുക്കൊരു 2 മഴയും കൂടെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മീൻ പിടിക്കും. അതുപോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടുന്ന തീറ്റിക്ക് എല്ലാം മീനായിരിക്കും. നമശിവായ ഭാഗ്യമാം നമശിവായ ഭാഗ്യമാം നമശിവായ ഭാഗ്യമാം നമശിവായ ഭാഗ്യമാം നമശിവായ ഭാഗ്യമാം നമശിവായ ഭാഗ്യമാം അദ്വിതായ രുദ്രായ നീലകണ്ഠ ശംഭുവേ അമൃതദേശ സർവായ മഹാദേവായ നമഃ ദേവവാദി ദേവകർവ സച്ചിദാനന്ദ വിഗ്രഹ കുമാരമണ ഭൂദേശ പ്രസീദ പരമേശ്വര നമശിവായ ഭാഗ്യമാം നമശിവായ ഭാഗ്യമാം നമശിവായ പാർവതി സ്വഭാവനാശനാകരേ നമശിവായ ഭാഗ്യമാം നമശിവായ ഭാഗ്യമാം നമശിവായ പാർവതി സ്വഭാവനാശന കേട്ടിടൂ ചിന്താമണി പ്രഭാവരൂയായിട്ട് ഒന്നോട്ടു ചിലർ വന്നു യാചനം ചെയ്താൽ കൊള്ളുവാൻ ചിലർ തൂളി എങ്ങനെ തൂളി ഒരുമാതിരി ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് തീറ്റ എടുക്കാൻ. രാവിലെ ഒക്കെ ഭയങ്കര മടുപ്പായിരുന്നു. അടുത്ത തൂളി വരുന്നു. തൂളി സൈസ് തൂളിയാണ്. സൈസ് തൂളി വലിപ്പം കണ്ടോ. നല്ല ഇടയ്ക്ക് വാഹ കയറി വരും തൂളിയെ വെട്ടാൻ. വാഹ കയറി വരുന്ന കാരണം ഇടയ്ക്കൊന്ന് മാറും. അത് ഒരു ഡിലേ വരും കുറച്ച് നേരം. പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ ഇടയ്ക്കൊന്ന് കൊത്തിയതേ ഉള്ളൂ. ഇതെല്ലായിരുന്നു. ഓക്കെ, അന്നേരം അടുത്ത വീഡിയോ കാണുന്നൊരു എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് വേണം കേട്ടോ. ഓക്കെ.